നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകളാണ് ഉമാരുടെ മെയിൻ ഐറ്റം. ഒന്ന് കണ്ടു നോക്കി. എന്നെ ഈ തിരക്കിട്ട് ചെയ്യുന്നേ? പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അപ്പൊ എന്റെ കാര്യങ്ങൾ ഏട്ടന്റെ അല്ല സാറിന്റെ കാര്യങ്ങൾ നോക്കാണല്ലോ ചേച്ചി ഇന്ന് ലീവ് എടുത്ത് നിൽക്കുന്നത്. ചേട്ടാ ശരി. എന്നാടി ചേട്ടാ ഈ ബുക്ക് ഒന്ന് അടുക്കി വെക്കാൻ സഹായിക്കുമോ? ഇതെവിടെ അടുക്കി വെക്കാനാ? ഇതോ? കണ്ടു ചേട്ടാ, നമ്മൾ എപ്പോ ബെഡ്റൂമിൽ കയറിയാൽ അവൾ അടുക്കള പാത്രം താഴെ ഇടും. അവള് വന്നിട്ട് ഒരു മാസമല്ലേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും ചേട്ടനോട് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി ലീവ് എടുത്തത്, അതിനിടയിൽ ആരെയും വലിയ കയറുന്നത്. ആ നീ ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. ഞാൻ നേരിട്ട് ബാങ്കിൽ ഒരു ഫയല് സബ്മിറ്റ് ചെയ്യാൻ വന്നായിരുന്നു. പിന്നെ ചേച്ചിക്കും ചേട്ടനും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പറയാതെ പോന്നത്. ആ വാ കേറാ. ചേട്ടനെന്ത് ചേച്ചി? അവൻ അകത്തെന്തോ പണിയില്ല. ഡാ ഒന്നിങ്ങി വന്നേ. ദേ നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. നീ എന്നെ ഒന്നും പറയാവുന്നത്? അല്ല എനിക്കിവിടെ വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടനൊരു സർപ്രൈസ് ആവുമെന്നും വിചാരിച്ചു. അതെന്തായാലും വളരെ അല്ല ചേട്ടനല്ലേ ചേച്ചി ഷിപ്പിന്നില്ല? 4 മാസം കൂടുമ്പോഴല്ലേ വരാൻ പറ്റൂ. ഇപ്പൊ പോയിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. നിങ്ങൾ കെട്ടിനും വർത്തമാനം പറഞ്ഞിരിക്കാം. ഞാൻ ചായ എടുക്കാം. നീ ഇവിടെ എന്നെ കാണാൻ നിൽക്കുക. ഇതാരാ? അതാണ് ചുറ്റയുടെ മോളും കിട്ടി. നീ പോയി 2 ചായ എടുക്കും. രണ്ടല്ല 3 തന്നെ എടുക്കാം. പഞ്ചസാര കൂട്ടി നല്ല ക്ഷീണം കാണുമല്ലോ. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. ഇവരുടെ വീഡിയോസിന് എവിടെ എപ്പോ എങ്ങനെ ടെസ്റ്റുകൾ വരുന്നു പറയാൻ പറ്റാട്ടോ. ഇതുപോലെ കിടുക്കാച്ചി വീഡിയോസിനായിട്ട് ഞങ്ങൾ 2 പേരും പേജ് ഫോളോ ആക്കിയിട്ട് കൂടെ മറക്കരുത്.